വചനമൊഴി നവംബർ 19. വചനഭാഗം കൊളോസോസ് 3:22-25, മത്തായിയുടെ സുവിശേഷം 16:21-28. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അപ്പോൾ മുതൽ ഈശോ തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് ഭവിക്കാതിരിക്കട്ടെ. ഈശോ തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, നീ എന്റെ പിന്നിലേക്ക് പോകും. നീ എനിക്ക് തടസ്സമാണ്. കാരണം നീ ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല, മാനുഷിക കാര്യങ്ങളാണ്. അനന്തരം ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കാരണം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരോടുകൂടെ വരാൻ പോകുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിനു മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോ മിശിഹ തന്റെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനം മുൻകൂട്ടി പറയുന്നതും പത്രോസ് അതിന് തടസ്സം നിൽക്കുന്നതുമാണ്. ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത് സാത്താനാണ്. സാത്താന്റെ പ്രലോഭനമാണ് അതിന് പ്രേരിപ്പിക്കുന്നത്. പത്രോസ് ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കുമ്പോൾ ഈശോ പത്രോസിനോട് പറയണം, സാത്താനെ, നീ എന്റെ പിന്നിൽ വരി. അപ്പോൾ പത്രോസിനെ തടസ്സം നിൽക്കുന്നവനായി മാറാതെ കർത്താവിനെ അനുഗമിക്കുന്നവനായി മാറുവാനായി ഈശോ ക്ഷണിക്കുന്നത്. ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത് ദൈവികമായി ചിന്തിക്കാതെ മാനുഷികമായി മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഈശോ പറയുന്നത്. അനുദിന ജീവിതത്തിൽ ദൈവിക പദ്ധതിയോട് സഹകരിച്ച് സ്വയം പരിത്യജിച്ച് തന്റെ അനുദിന ജീവിതത്തിലെ കുരിശും വഹിച്ച് മിശിഹായെ അനുഗമിക്കുവാനുള്ള ക്ഷണമാണ് അവിടുന്ന് നൽകുന്നത്. പ്രകാരം മിശിഹായെ അനുഗമിക്കുന്നവർക്ക് അവിടുന്ന് മഹത്വപൂർണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്നാണ് ഈശോ പറയുന്നത്. നമ്മുടെയും അനുദിന ജീവിത കടമകളാകുന്ന കുരിശുകൾ സന്തോഷത്തോടെ വിശ്വസ്തയോടെ നിർവഹിച്ച് കർത്താവിനെ അനുഗമിക്കുവാനും അന്തിമ നാളിലെ പുനരുത്ഥാനത്തിൽ കർത്താവ് നൽകുന്ന പ്രതിഫലം സ്വീകരിക്കുവാനും യോഗ്യരാകുന്നതിന് നമുക്കും പരിശ്രമിക്കാം, കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.